+1 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഇനി എഡിറ്റിംഗ് പോസിബിൾ ആണോ? പുതിയ ഓപ്ഷൻസ് കൊടുക്കാമോ? റീഅറേഞ്ച്മെന്റ് ഉണ്ടോ? ഇങ്ങനെ നിരവധി ഡൗട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഇതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്യാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും +1 ക്ലാസ്സുകളും ഒക്കെ ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യെസ്, റെഡി. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്ന ടൈമിൽ നമുക്ക് റീഅറേഞ്ച്മെന്റ് പോസിബിൾ ആയിരുന്നു. അതെ, ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കാം, പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാം, ഉള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ നിരവധി സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. എന്തെങ്കിലും അപേക്ഷയിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് തിരുത്താനുള്ള സൗകര്യവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം നമുക്ക് പോസിബിൾ ആയിട്ട് നിലവിൽ സാധ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹയർ ഓപ്ഷൻസ് ഡിലീഷൻ ആണ്. അതായത് മിസ് പറഞ്ഞുതരാം. നമ്മൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇവിടെ മുകളിൽ ഹയർ ഓർ സെലക്റ്റീവ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഫോം എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോമാണ് വരിക. ഈ ഫോം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഒരു 20 ഓപ്ഷൻസ് കൊടുത്തു. ആ 20 ഓപ്ഷൻസിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയത് ഒരു 11ാമത്തെ ഓപ്ഷൻ ആണ്. ഓക്കെ, 11ാമത്തെ ഓപ്ഷൻ വെച്ച സ്കൂളാണ് നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനു മുൻകളിൽ 10 ഉണ്ട്, 9 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്, 6 ഉണ്ട്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും അഡ്മിഷൻ ലഭിച്ചു, 11ാമത്തെ ഓപ്ഷൻ ആണ് നിലവിൽ കിട്ടിയിരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾക്ക് ആ സ്കൂളിൽ പോയി ചേരണോ? 11ാമത്തെ ഓപ്ഷൻ വന്ന സ്കൂളിൽ പോയി ചേരണോ? ഉറപ്പായിട്ടും ചേരണം. ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താക്കും. അപ്പൊ 11ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻ വെച്ച കൂട്ടത്തിൽ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷൻ ഒക്കെ കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പൊ എന്ത് ചെയ്യുക? ഈ കുട്ടി നിലവിൽ എന്ത് ചെയ്യണം? താൽക്കാലിക പ്രവേശനം നേടണം, ടെമ്പററി അഡ്മിഷൻ എടുക്കണം. ക്ലിയർ ആണല്ലോ? സ്കൂളിൽ ചെല്ലുക, ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, മുകളിലുള്ള ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട, ഇപ്പൊ 9ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ 8ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ ഹയർ ഓപ്ഷനുകൾ, അതായത് നിലവിൽ കിട്ടിയതിൽ നിന്നും മുകളിലുള്ള, ഇപ്പൊ 10ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടിക്ക് 9ഉം 8ഉം 7ഉം 6ഉം ഒക്കെയാണ് ഹയർ ഓപ്ഷൻസ്. 20ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടിക്ക് 19ഉം 18ഉം 17ഉം ഒക്കെ വെച്ചിരിക്കുന്നു. 1 മുതൽ 19 വരെയുള്ള എല്ലാം ഹയർ ഓപ്ഷനുകളാണ്, ഉയർന്ന ഓപ്ഷനുകളാണ്. ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിലവിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എഡിറ്റിംഗ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഹയർ ഓപ്ഷൻസ്, ഉയർന്ന ഓപ്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ റദ്ദാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും താല്പര്യമില്ലാത്തവ ഒഴിവാക്കാം. ഈ ഒരു എഡിറ്റിംഗ് ആണ് നിലവിൽ സാധ്യമായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? താൽക്കാലിക അഡ്മിഷൻ എടുത്തതിന് ശേഷം മാത്രം ഹയർ ഓപ്ഷൻസ് വേണ്ട എങ്കിൽ, വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി ഒരു കുട്ടിക്ക് 5ാമത്തെ ഓപ്ഷനാണ് നിലവിൽ കിട്ടിയത്. ആ കിട്ടിയ ഓപ്ഷനിൽ പഠിക്കാൻ കുട്ടിക്ക് താല്പര്യമുണ്ട്, ആ സ്കൂൾ മതി, സ്കൂളിനി മാറണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്കൂളിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നേടുക. 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവിടെ സ്ഥിരപ്രവേശനം നേടിയിട്ട് 4ഉം 3ഉം 2ഉം 1ഉം ഒക്കെ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്ത് കളയുക, ഒഴിവാക്കുക. അതോടെ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ സ്കൂൾ മതി എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സ്ഥിരപ്രവേശനം നേടുക, മുകളിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു എഡിറ്റിംഗ് മാത്രമാണ് നിലവിൽ സാധ്യമായിരിക്കുന്നത്. എന്താണ്, ഇത് മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 1ാം ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ഒരു വഴിയില്ല, സ്കൂളിൽ പോയിട്ട് സ്ഥിരപ്രവേശനം, പെർമനന്റ് ആയിട്ടുള്ള അഡ്മിഷൻ എടുക്കുക, വേറെ വഴിയൊന്നുമില്ല. ബാക്കി 2ഉം 3ഉം 4ഉം 5ഉം ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് വേണമെങ്കിൽ താൽക്കാലിക പ്രവേശനത്തിൽ തുടർന്നുകൊണ്ട് ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ അങ്ങനെ തന്നെ നിർത്തുക, സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിലവിൽ എഡിറ്റിംഗ് സാധ്യമായത് ഇപ്പൊ കിട്ടിയ സ്കൂളിന് മുകളിൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും സ്കൂൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം, വേണമെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്തുക. ഈ ഒരു എഡിറ്റിംഗ് മാത്രമാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളത്.